إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولو تقول علينا بعض الأقاويل لأخذنا منه باليمين ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ആമുഖമായി നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസികളായി സ്വർഗാവകാശികളായി മരണപ്പെടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബിയായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ 7 വസിയത്തുകളാണ് ഇന്നത്തെ ഖുതുബയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പെട്ടെന്ന് കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം ജീവിതത്തിൽ പകർത്തേണ്ടവരാണ് വിശ്വാസികളായ നമ്മൾ. കാരണം അത് മാത്രമുള്ള സ്വർഗത്തിലേക്കുള്ള വഴി. സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുവാനും നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള എല്ലാ മാർഗങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളിൽ കടന്നു വന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിലാണ് ബർറാ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി കൊടുത്ത 7 ഉപദേശങ്ങൾ വന്നിട്ടുള്ളത്. സ്വഹീഹുൽ ബുഖാരിയിലെ 1239 ഹദീസ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അമറന അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബഇൻ, ഞങ്ങളോട് 7 കാര്യങ്ങളെ കൊണ്ട് റസൂലുള്ളാഹി കൽപ്പിച്ചു. വനഹാന അൻ സബഇൻ, 7 കാര്യങ്ങളെ തൊട്ട് വിലക്കുകയും ചെയ്തു. അതിലൊന്നാമതായി
തങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ബിത്തിബാഇൽ ജനാസ. ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് സ്വീകരിക്കേണ്ട കടമകളിൽപ്പെട്ട ഒന്നാണ് അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജനാസയെ അനുഗമിക്കണം എന്നുള്ളത്. ജീവിതത്തിൽ ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്തൊരു മഹാസത്യമാണ്. കാത്തിരുന്നാൽ ഒരിക്കലും വെറുതെയാകാത്ത ഒരു സത്യമാണ് മരണം. ആ മരണാനന്തരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മര്യാദകൾ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മരിച്ചു കഴിഞ്ഞാലും ഒരു വിശ്വാസിയോട്, ഒരു മുസ്ലിമിനോട് മറ്റുള്ള ആളുകൾക്ക് ബാധ്യതയുണ്ട്. അതിലൊന്നാമത്തത് എന്ന് പറയുന്നത്, ഒരു വിശ്വാസി മരിക്കാൻ കിടക്കുമ്പോൾ അവന് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കണമെന്നാണ്. മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയോടുള്ള ഒന്നാമത്തെ ബാധ്യത അതാണ്. ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണാസന്നനായ വ്യക്തിയുടെ സമീപത്ത് ചെന്ന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം എന്നാണ് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അത് കേവലം ഒരു നാവ് കൊണ്ടുള്ള പറച്ചിലല്ല, തൗഹീദിനെ അറിഞ്ഞ് അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും അവസാനം ആ വാക്ക് പറയുകയും ചെയ്തവർക്കാണ് ഈ ഓഫർ ഉള്ളത്. ഏത് ഓഫർ? മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയോ അവൻ സ്വർഗത്തിൽ കടന്നു എന്നാണ്. അല്ലാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കേവലം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ചില ആളുകൾ പറയാറുണ്ട്, ഇന്ന മഹാൻ, ഇന്ന ഷേഖ് അവസാനം മരിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായി ഖുർആൻ പരിചയപ്പെടുത്തിയ ആളാണ് ഫിർഔൻ. ഫിർഔൻ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഫിർഔൻ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഖുർആനാ പറയുന്നത്. ഖുർആനിലെ 10-ാം അധ്യായത്തിന്റെ 90 നോക്കിക്കോ. 10-ന്റെ 90 വായിച്ചു നോക്കി, അവിടെ കാണാം. ഹത്താ ഇദാ അദറകഹുൽ ഗറഖു ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബനു ഇസ്രായീലർ വിശ്വസിച്ച റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിർഔന്റെ അവസാനത്തെ വാക്ക്. പക്ഷെ അങ്ങനെ ഒരു കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിൽ കിടക്കൂല. അതിന്റെ യഥാർത്ഥ സാക്ഷികളായി അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ശിർക്കിന്റെ ലാഞ്ചന പോലും ജീവിതത്തിൽ കടന്നു വരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മഹത്വരമായ വചനം എന്താഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് ജീവിക്കുന്നവർ അത് പറഞ്ഞാൽ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അതൊക്കെ പറഞ്ഞേക്കാം, പക്ഷെ അതുകൊണ്ട് ഗുണമല്ല. മൂന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ മരണവാർത്ത കേട്ടുകഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസിയോടുള്ള ബാധ്യത എന്ന് പറയുന്നത്, അവൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മരണവാർത്ത കേൾക്കുമ്പോൾ പറയേണ്ടത് മാത്രമല്ല, എന്ത് മുസീബത്തുകൾ ഉണ്ടായാലും നമുക്ക് പറയാൻ പഠിപ്പിച്ച വാക്കാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ബഖറയിലെ 156-ാമത്തെ വചനം. വിശ്വാസികൾക്ക് എന്തെങ്കിലും മുസീബത്തുകൾ ബാധിച്ചാൽ അവർ പറയുന്ന വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ വിശ്വാസി, ഒരു മുസ്ലിം മരണപ്പെട്ട വാർത്ത കേട്ട് കഴിഞ്ഞാൽ, മുസ്ലിം ആയാലും അമുസ്ലിമായാലും ആര് മരിച്ചാലും നമുക്ക് പറയാൻ പറ്റിയ ഒരു വാക്ക് തന്നെയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇനി ഏറെ വേണ്ടപ്പെട്ട, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ മരിച്ചതെങ്കിലോ ഒരു വിശ്വാസി പറയേണ്ട വാക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാമിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ ഫയഖൂലു മാ അമറഹുല്ലാഹ്. അവന് ഏറ്റവും അടുത്തൊരു വ്യക്തിയാണ് മരിച്ചതെങ്കിൽ, ഒരു മുസീബത്ത് ബാധിച്ചതെങ്കിൽ, ആ വിശ്വാസി പറയുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മാത്രമല്ല, കുറച്ചുകൂടി അതിന്റെ കൂടെ പറയും, അല്ലാഹുമ്മ ഉജ്ർനി മിൻ ഫീ മുസീബതി, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹുവേ എനിക്ക് ബാധിച്ച ഈ ആപത്തിൽ എനിക്ക് നീ കൂലി നൽകുകയും അതിനേക്കാൾ മികച്ചത് നീ എനിക്ക് തരികയും ചെയ്യണമേ. അല്ലാഹുവേ ഈ എനിക്ക് നൽകിയ മുസീബത്തിൽ
അതിനേക്കാൾ ബാധിച്ച എനിക്ക് നൽകിയ മുസീബത്തിന് നീ അർഹമായ പ്രതിഫലം തരികയും അതിനേക്കാൾ അർഹമായത് നീ എനിക്ക് തരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിന് പകരമായി അള്ളാഹു അവരെ നൽകാതിരിക്കില്ല എന്നാണ്. അപ്പൊ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചാലേ അത്ര കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഹദിയായ ഉമ്മു സലമ, അവരുടെ ആദ്യ ഭർത്താവ് അബൂ സലമയാണ്. അബൂ സലമ മരിച്ചപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ വാക്ക് പറഞ്ഞു എന്നാണ്. പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അള്ളാഹു പകരമായി നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭർത്താവായി കിട്ടിയതാണ്. അബൂ സലമ മരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അള്ളാഹുവേ, ഇതിന് പകരമായി ഇതിനേക്കാൾ നല്ലത് തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അള്ളാഹു കൊടുത്തത് എന്താണ്? ലോകത്തിന്റെ ഹബീബിന്റെ ഭാര്യയാകാനുള്ള അവസരമാണ്. അബൂ സലമയുടെ മഹദിയായ ഉമ്മു സലമയുടെ മുഴുവൻ പേര് ഹിന്ദ് ബിൻതു അബി ഉമയ്യ എന്നാണ് ചരിത്രത്തിൽ. പിന്നീട് അവരെ എന്താ പറയാ, അതെ, ഉമ്മു സലമ എന്ന് വിളിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ അവരുടെ ജീവിതത്തിൽ അത് പ്രാർത്ഥിച്ച് മാറ്റമുണ്ടായതായി, പ്രതിഫലം കിട്ടിയതായിട്ട് അവർക്ക് നമുക്ക് കാണാൻ കഴിയും. നാലാമതായി, ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയൊരു കാര്യം, മരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഒന്നും ചെയ്യാനില്ല, നമ്മൾ അങ്ങനെ കൊണ്ടുപോയി മറമാടലാണ്, നമുക്ക് ഇസ്ലാമികരമായ ഒരു മര്യാദയുമില്ല, സലഫികളായ ആളുകൾ പ്രത്യേകിച്ച് നിലമ്പൂർ കാട്ടുന്ന തേക്ക് കട്ടുണ്ടോണ പോലെ അങ്ങോട്ട് കൊണ്ടുപോയി കുഴിച്ചിറലാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരുടെ കണ്ണ് തുറപ്പിക്കുവാൻ വേണ്ടി ആ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട ആരെങ്കിലും നമ്മുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി കൂടിയാണ് നമ്മൾ അന്നത്തെ ഖുത്ബ. നാലാമത് റസൂൽ പറഞ്ഞ മരിച്ച വ്യക്തിയോട് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, അല്ലേ, മരിച്ച വ്യക്തിക്ക് വേണ്ടി മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ പുണ്യം നിറഞ്ഞ കാര്യം. അതിൽപ്പെട്ട ഒന്നാണ് മരിച്ച വ്യക്തിയെ കുളിപ്പിക്കുക. അതൊരു ഇസ്ലാമിക മര്യാദയാണ്. മരിച്ച ഒരാളോട് നമുക്ക് 3 ബാധ്യതകളുണ്ട്. 1 കുളിപ്പിക്കുക, 2 കഫൻ ചെയ്യുക, 3 മറമാടുക. ഇതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂൽ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാനും കൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസി ചെയ്യേണ്ടതാണ്. ഒരാൾ മരിച്ചിട്ട് ആരും ഇത് ചെയ്തില്ലെങ്കിലോ, ഒരു മയ്യത്തിനെ കുളിപ്പിച്ചില്ല, കഫൻ ചെയ്തില്ല, മറമാടിയില്ല എങ്കിൽ ആ നാട്ടിലെ മുഴുവൻ ആളുകളും കുറ്റക്കാരാണ്. ഫർള് കിഫായാണ് കഫൻ ചെയ്യുക, കുളിപ്പിക്കുക, നിസ്കരിക്കുക എന്നൊക്കെ പറയുന്നത്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിൽ ആരെങ്കിലും കുറച്ച് ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് മോചിതരാകുന്ന കാര്യമാണ്. ഫർള് ഐൻ എന്ന് പറഞ്ഞാലോ എല്ലാവരും നിർബന്ധമായി ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്, അല്ലെ? അപ്പൊ ഫർള് കിഫായയിൽപ്പെട്ടൊരു കാര്യമായി പഠിപ്പിച്ചതാണ് ഒരാൾ മരിച്ചാൽ അയാളെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക. കുളിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞ മര്യാദകളുണ്ട്, ആ മര്യാദകൾ സ്വീകരിക്കണം. കഫൻ ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട മര്യാദകളുണ്ട്, അത് സ്വീകരിക്കണം. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സ്വീകരിക്കേണ്ട മര്യാദകളുണ്ട്, അത് സ്വീകരിക്കണം. ഇതൊക്കെ മയ്യത്തിനോടുള്ള ബാധ്യതകളാണ്, മരിച്ചവരോടുള്ള ബാധ്യതകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഓരോരുത്തരും പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം. നല്ലതേത് തീയതേത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം പറയുന്നത്. കാരണം നമ്മുടെ നാട്ടില് മരിച്ചു കഴിഞ്ഞാലാണ് ബിദ്അത്തുകളുടെ എണ്ണം കൂടുതൽ. എന്റെ സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചിലത് സൂചിപ്പിക്കും, നമുക്ക് ചിലത് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ റസൂൽ പറഞ്ഞെന്തറിയോ, എന്റെ സഹോദരനോ സഹോദരിക്കോ മരിച്ചു കഴിഞ്ഞാൽ, ഒരു മുസ്ലിം മരിച്ചാലേ അയാളുടെ ജനാസയുടെ കൂടെ നീ പോയി കൊടുക്കണമെന്നാ. ജനാസയുടെ കൂടെ സ്ത്രീകൾക്ക് ജനാസ അനുഗമിക്കാം, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പെണ്ണിന് ജനാസ അനുഗമിക്കാം. അതിന്റെ ഖബർ ഒരുങ്ങുന്ന വേളയിൽ അല്ലെങ്കിൽ ഖബർ സിയാറത്തിന്റെ സമയത്തൊന്നും അവർക്ക് അത് പാടില്ല. നേരെ മറിച്ച് മയ്യത്തിന്റെ കൂടെ പരമാവധി പോകുന്ന സ്ഥലം വരെ പോകാം, അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താണ്? ജനാസയുടെ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ആളുകൾ. ജനാസയുടെ എല്ലാ കാര്യം എന്ന് പറഞ്ഞ എന്തൊക്കെയാ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, മൻ ഷഹിദൽ ജനാസ ഹത്താ യുസല്ലി ഫലഹു ഖിറാത്തുൻ. ഒരാൾ നിസ്കരിക്കുകയും നിസ്കാരം വരെ ഒരു ജനാസക്ക് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ, മയ്യത്തിന് നിസ്കാരം വരെ ഒരാൾ ഒരു മയ്യത്തിന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ അവനൊരു ഖീറാത്ത് കൂലിയുണ്ട് എന്നാണ്. വമൻ ഷഹിദ ഹത്താ തുദ്ഫന കാന ലഹു ഖീറാത്താൻ. ഇനി അവനെ മറമാടുന്നത് വരെ ഒരാൾ സാക്ഷിയായാലോ, മറമാടുന്നത് വരെ ഒരു മുസ്ലിമിന്റെ ഖബറിന്റെ അരികിൽ സാക്ഷിയായാലോ, മിസ്ലുൽ ജബലൈൻ, അവന് 2 ജബലിന്റെ അത്ര കൂലിയുണ്ട്. വേറെ റിവായത്തിൽ വന്നത് അതെ ഖീറാത്വാനി എന്നാണ്, 2 ഖീറാത്ത്. അത് മിസ്ലുൽ ജബലൈൻ. ഒരു ജബലിന് എത്രയാ? ഉഹദ് മലയാണ്. അപ്പൊ മയ്യത്തിനെ മറമാടുന്നത് വരെ കൂടെ നിന്ന് കൊടുത്താലുള്ള കൂലി എന്താ? ഉഹദ് മലയോളം കൂലിയാണ്. 2 ഉഹദ് മലയുടെ കൂലിയുണ്ട്. ഉഹദ് മല എങ്ങനെ അങ്ങോട്ട് ചുറ്റി വരണമെങ്കിൽ 20 കിലോമീറ്റർ ചുറ്റണം, അത്ര വലിയ മലയാണ്. വലിയ കാര്യങ്ങളൊക്കെ പ്രതിഫലങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഉപമിക്കാറുള്ള ഒരു മലയാണ് ഉഹദ് മല.
ആ മയ്യത്തിനെ മറമാടുന്നത് വരെ, ആ തസ്ബീത്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്നത് വരെ അവിടെ സാക്ഷിയായാൽ നമുക്ക് അത്ര കൂലിയുണ്ട് എന്നാണ്. ഇതിനൊക്കെ ആരവിടെ നിഷേധിച്ചത്? പക്ഷെ സമൂഹത്തിൽ പാവപ്പെട്ട ആളുകളെ പറഞ്ഞ് പറ്റിക്കണം എന്താണ് അല്ലേ? പുത്തൻവാദികളായ ആളുകൾക്ക് ഇതൊന്നുമില്ല എന്നാണ്. ആര് പറഞ്ഞു? ഇതൊക്കെ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ റസൂല പറഞ്ഞു, മരിച്ച വീട്ടിൽ ആ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ അലമുറയിട്ട് കരയരുത് എന്നാണ്. അതിന് മര്യാദയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ എത്ര വരെ പറഞ്ഞു? ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ ഔ ശഖൽ ജുയൂബ ഔ ദആ ബിദഅവൽ ജാഹിലിയ. മുസ്ലിമിന്റെ സ്വഹീഹുൽ ഹദീസാണ്. എന്താ പറഞ്ഞത്? വസ്ത്രം വലിച്ചു കീറുക, എന്നിട്ട് അട്ടഹസിച്ച് കരയാ. അതുപോലെ തന്നെ മുഖത്തടിക്കുക, മുഖത്തടിച്ച് കരയാ, ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുക. ഇനി കരയാൻ ആളില്ലെങ്കിൽ പൈസ കൊടുത്ത ആളാക്കിയെന്ന ജാഹിലിയത്തില്. ആ ജാഹിലിയത്തിന്റെ വെല്ലുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അട്ടഹസിച്ച് കരയാ. ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടില്ല. ഇമാം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ മരിക്കുന്ന സമയത്ത് കുടുംബത്തിന് കൊടുത്ത വസീയത്തിൽപ്പെട്ട ഒന്നെന്താ? ഞാൻ മരിച്ചെന്റെ പേരിൽ ആരും കരയരുത്, അട്ടഹസിച്ച് കരയരുതെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് എന്നെ വേഗത്തിൽ മറമാടണമെന്നാണ്. അത്ര സുന്നത്തിനോട് പ്രിയം വെച്ച ഒരു മഹാനായ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അൽബാനി. സലഫുകളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അദ്ദേഹം ഖലഫാണ്, പിൻഗാമിയാണ്. ഇപ്പൊ ഈടെയായിട്ട് മരണപ്പെട്ടു പോയ ഒരറിയപ്പെട്ട പണ്ഡിതനാണ്. അപ്പൊ അത്തരം സൂക്ഷ്മതയൊക്കെ നമ്മുടെ വീട്ടിലും നമ്മൾ പറഞ്ഞ് നമ്മളെ മക്കളെയും ഭാര്യ സന്താനങ്ങളൊക്കെ നമ്മൾ ശീലിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, മരിച്ച ഒരാളുണ്ടെങ്കിൽ അയാളെ കുറിച്ച് പിന്നെ കുറ്റൊന്നും പറയരുത്, അയാളെ നന്മ പറയുക, അയാളുടെ നന്മ പറയുക. ഒരിക്കൽ നബിയും സഹാബത്തും ഒരു ജനാസക്കരികിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ കൂടെയുള്ളവർ ആ മയ്യത്തിനെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ട ഉടനെ പറഞ്ഞു, വജബത്ത് എന്ന് പറഞ്ഞത്, നിർബന്ധമായി അല്ലേ? പിന്നീട് മറ്റൊരു ജനാസയുടെ അരികിലൂടെ കടന്നു പോയപ്പോ സഹാബികൾ ആ മയ്യത്തിനെ ഇകഴ്ത്തി പറയുന്നത് റസൂലുള്ള കേട്ടു. അപ്പോഴും റസൂല പറഞ്ഞു വജബത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ എന്താണ് അനിവാര്യമായത്, എന്താണ് ഈ നിർബന്ധമായി എന്ന് നിങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വജബത്ത് ലഹുൽ ജന്ന. ആദ്യം നിങ്ങൾ നന്മ പറഞ്ഞ മയ്യത്തുണ്ടല്ലോ, ആ മയ്യത്തിന്റെ നന്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉള്ളതാണ് എങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ അതിന് സാക്ഷിയായി ജീവിച്ച വ്യക്തിയാണെങ്കിൽ അദ്ദേഹം സ്വർഗത്തിലാണ് എന്നാണ്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? അതെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, മയ്യത്തിനെ കുറിച്ച് മോശമായത് പറഞ്ഞത് സത്യമാണ് എങ്കിൽ അദ്ദേഹത്തിന് നരകമുണ്ട് എന്നാണ്. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടാണ് നല്ല ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ കാര്യം പറഞ്ഞ പോലെ ജീവിതത്തിൽ നന്മ കൊണ്ട് സമ്പന്നമാക്കിയ ആളുകൾക്ക് മാത്രമാണ് ആ ഓഫർ ഉള്ളത്. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞത് ജനാസയുടെ കർമ്മങ്ങളൊക്കെ പെട്ടെന്ന് ആക്കണം എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നാട് നീങ്ങുന്ന കുറെ സുന്നത്തുകളാണ്. നിങ്ങൾ ഇപ്പോഴും സൗദി അറേബ്യയിലേക്ക് ചെന്നോക്കാണി, ഹറമൈനുകളിൽ 5 നേരം മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. 5 നേരവും മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. അവിടെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ബക്കീറിലേക്കൊക്കെ മദീനയിൽ ചെന്ന കാണാം, ഇത്ര പെട്ടെന്നാണ് മയ്യത്തിനെ കൊണ്ട് പോണത്, ഓടിയിരിക്കും. റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. അതിങ്ങനെ മെല്ലെ അരിച്ചു പോകൽ, എത്രയും പെട്ടെന്ന്. അത് പറയാനൊരു കാരണമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ ജനാസയെ കൊണ്ട് വേഗത്തിൽ പോകണം. എന്തേ കാരണം? ഫഇൻ തകു സ്വാലിഹ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ അലൈഹി. നിങ്ങൾ ഒരു നല്ല ആത്മാവാണ് മരിച്ചതെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ എത്രയും അദ്ദേഹത്തിന്റെ പ്രതിഫലത്തിലേക്ക് എത്തിക്കുന്നതാണ്, സ്വർഗം അനുഭവിക്കാൻ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ എത്തിക്കുക. ഇനി മോശപ്പെട്ട ഒരാളാണ് മരിച്ചതെങ്കിലോ അദ്ദേഹത്തെ കൊണ്ട് ഏതാണ് കോലം നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. നമ്മളെന്താ ചെയ്യേണ്ടത്? നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നമ്മൾ നോക്കാൻ പറഞ്ഞിട്ടില്ല, വേഗത്തിൽ കൊണ്ടുപോവുക എന്നാണ്. ചീത്തയായ ആത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് അല്ലെ? നിങ്ങളെ ഷോൾഡറിൽ നിന്ന് തലഊനഹു അൻ റിഖാബികും, നിങ്ങളെ ഷോൾഡറിൽ നിന്ന് ഒരു ഭാരം ഒഴിവാക്കി കളയണം എന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിലും സ്പീഡിൽ കൊണ്ടുപോവുക എന്നുള്ളത് മയ്യത്തിനോട് സ്വീകരിക്കേണ്ട ഒരു മര്യാദയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ബന്ധുക്കൾ വരാണ്ട് അല്ലേ, ഗൾഫിൽ നിന്ന് മോൻ വരാണ്ട്. സഹോദരങ്ങളെ, മയ്യത്തിനെ കാണുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരു പുണ്യമുള്ള കാര്യമല്ല. പ്രത്യേകം ഒരു കാഴ്ച, അതിങ്ങനെ എന്താ പറയാ, അവിടെ വെച്ചുകൊണ്ടുള്ള ചില കാട്ടിക്കൂട്ടലുകൾ അങ്ങനെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അല്ലെ, ദീനുള്ളൊരു മകനാണെങ്കിൽ മകളാണെങ്കിൽ ഉപ്പ മരിച്ച എന്താ പറയാ, എന്റെ ഉപ്പാൻ ഞങ്ങൾ വേഗം കൊണ്ടുപോയി മറമാടി, ഉപ്പാൻ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന കാര്യം ഉണ്ടാകാൻ പാടില്ല.
പ്രവാചകന്റെ സുന്നത്തിനെതിരാകുന്ന ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇസ്ലാം. അതങ്ങനെ മയ്യത്ത് ഇങ്ങനെ മണിക്കൂറുകളോളം വൈകിപ്പിക്കുന്ന ഒരു സമ്പ്രദായം എവിടെയും ഇസ്ലാമിക സുന്നത്തിൽ കാണുക സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് കുളിപ്പിക്കുന്ന വിഷയമാണെങ്കിലും കഫൻ ചെയ്യുന്ന വിഷയമാണെങ്കിലും മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന വിഷയമാണെങ്കിലും എല്ലാം മറമാടുന്ന വിഷയമാണെങ്കിലും പെട്ടെന്ന്, കാരണം അതോടുകൂടി അവന്റെ അമലുകൾ അവസാനിച്ചു. ഇനി അവൻ ആസ്വദിക്കാനുള്ള സമയമാണ്. ആ റിസൾട്ടിലേക്ക് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അത് സഹോദരങ്ങളെ നമുക്ക് കൂടുതൽ ദൂരമൊന്നുമില്ല കേട്ടോ. നമുക്ക് തോന്നുകയാണ് എങ്ങനെ അത് കുറെ അപ്പുറത്തങ്ങോട്ട് കുറെ കാലം പോകുന്നു. എത്രയോ മരണവാർത്തകൾ ദിനേന എന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്നലെ ഞാനിങ്ങനെ രാത്രി വീട്ടിലേക്ക് ഇശാസ്കാരം കഴിഞ്ഞ് ചെന്നപ്പോൾ ഒരു ന്യൂസ് കേട്ടെന്താ വെച്ചാല് അല്ലെ, മലപ്പുറം ജില്ലയിലുള്ള കൽപ്പകഞ്ചേരിയിലുള്ള ഒരു കുട്ടി ഉമ്മ എന്തിനാടി ഇത്ര നേരം ബാത്റൂമിൽ ഇരിക്കണമെന്ന് വെറുതെ ചോദിച്ചതാണ്. അത് അവൾക്ക് ഇഷ്ടായില്ല. ഓള് തൂങ്ങി, ചെറിയൊരു മിടിപ്പ് ബാക്കിയുണ്ട്, തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണെന്ന്. ഇത് സമൂഹത്തിന്റെ ചിത്രം ഞാൻ പറയണം. അതിന് പ്രായ സമയമൊന്നുമില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളും അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ബേക്കോട്ടല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണത്. നമ്മളെപ്പെട്ട ചില ആളുകളൊക്കെ നന്മയിൽ ഇങ്ങനെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. കൂടുതൽ സമയം കഴിയും തോറും നമ്മൾ എത്രയും പെട്ടെന്ന് നന്മയിലേക്ക് മുന്നേറുകയാണ് വേണ്ടത്. മാത്രമല്ല അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച ജനാസയുമായി ബന്ധപ്പെട്ട മറ്റൊരു സുന്നത്താണ് മയ്യത്തിന്റെ കൂടെ നിങ്ങൾ പോകുമ്പോൾ അനുഗമിക്കുമ്പോൾ മൗനം അവലംബിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് അല്ലേ അഫ്ളലു ദിക്ർ എന്നുള്ള ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലി പോകുന്നത് കാണാം. അത് റസൂലുള്ള പഠിപ്പിച്ചതല്ല എന്ന് സമൂഹത്തോട് പറയുമ്പോൾ നമ്മളോട് എന്താ പറയാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിക്ർ പറ്റൂലല്ലോ, നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലയുടെ നിങ്ങൾ എതിരാണല്ലോ എന്നാ പറയാ. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലയുടെ എതിരായത് കൊണ്ടോ സൂറത്ത് യാസീനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായത് കൊണ്ടോ വിശുദ്ധ ഖുർആനോട് പകയുണ്ടായത് കൊണ്ടോ ഒന്നല്ല നമ്മളത് ചെയ്യേണ്ടെന്ന് പറയും. നമ്മുടെ നാട്ടിൽ സമൂഹം ചെയ്യുന്ന ബിദ്അത്തുകളിൽ ഏതാ നല്ലതല്ലാത്തത് ഒന്ന് കാണിച്ചു തരാൻ പറ്റും? ചിലപ്പോൾ സുന്നത്തിനേക്കാൾ തിളക്കുണ്ടാവും ബിദ്അത്തിന്. അതൊന്നുമല്ല ഇവിടെ ചർച്ച. നല്ലതാണോ തീയതാണോ എന്നുള്ളതല്ല, ഹബീബായ റസൂലുള്ളാഹിന്റെ കയ്യൊപ്പുള്ളതാണോ, അതാണ് ദീൻ. അതാണ് നമ്മൾ എപ്പോഴും പറയാം, മാഖാല അല്ലാഹ് മാഖാല റസൂലുള്ളാഹ്. അതാണ് ദീൻ, അതാണ് അടിസ്ഥാനം, അതാണ് അസ്ൽ. അതിന്റെ അപ്പുറത്തേക്ക് ആര് ചെയ്താലും ആരോട് നമുക്ക് എന്തില്ല. എത്ര വലിയ ഇമാമ് പറഞ്ഞാലും ആ ഇമാമിനോടുള്ള സകല ബഹുമാനം വെച്ചിട്ട് അത് മെല്ലെ മാറ്റിയിട്ട് നമ്മൾ എങ്ങോട്ട് മടങ്ങുക? ഖുർആനിലേക്കും സുന്നത്തിലേക്കും. കാരണം റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുകയാണ്. ആരാണോ അതിനെ പിൻപറ്റുന്ന ഒരു പിഴക്കൂല എന്നാണ്. അത് ഖുർആനും സുന്നത്തുമാണ്. അതാണ് അസ്ൽ. ആ അസ്ലിന്റെ അടിസ്ഥാനത്തിൽ എന്തു പറഞ്ഞാലും നമുക്ക് ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റും. അത് നമ്മളെ ശക്തമായി എതിർക്കുന്ന ഒരു ആദർശ വിരോധിയാണ് നമ്മോട് പറഞ്ഞതെങ്കിലും അയാൾ പറഞ്ഞത് ഖുർആനും സുന്നത്തുമാണോ അംഗീകരിക്കൽ നമ്മളെ ബാധ്യതയാണ്. മനസ്സിലായോ? അത് നമ്മൾ ടീമിൽപ്പെട്ട ആൾക്കാർ മാത്രം പറഞ്ഞ കേൾക്കണമെന്നല്ല. അത് ആദർശ വ്യതിയാനം സംഭവിച്ച ആളുകളാണ് ഖുർആനും സുന്നത്തും പറഞ്ഞതെങ്കിൽ പോലും ആ വിഷയത്തിൽ നമുക്ക് അയാൾ അംഗീകരിക്കാം. ഇനി നമ്മളെ കൂടെയുള്ള ഒരാൾ തന്നെ ഖുർആനും സുന്നത്തിനെതിരെ പറഞ്ഞാലോ അയാൾക്ക് പോകാം. കാരണം അള്ളാഹിനോട് റസൂലിനോട് നമുക്ക് ഏറ്റവും വലിയ ബാധ്യതയുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ നാട്ടില് മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലുക. അല്ലേ? 2-3 സലഫികളെ കണ്ട പിന്നെ അതിന് കുറച്ച് പവർ കൂടല ചില ആൾക്കാർക്ക്. എന്തോ ഒരു വാശി പോലെയാ ജനങ്ങൾക്ക്. സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ എത്രയോ സഹാബികൾ അവിടുന്ന് ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു പോയിട്ടില്ലേ? ബക്കിയിലേക്ക് എടുത്തപ്പോ ഏതെങ്കിലും സഹാബിയുടെ മയ്യത്തിന്റെ കൂടെ പോയപ്പോ അള്ളാഹിന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ചില ആൾക്കാർ പറയണത് എന്തിനറിയോ? അള്ളാഹി റസൂലും സലഫുകളൊക്കെ ഒന്നും അത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ശരി തന്നെയാ. ആരാ പറയണേ? ഇത് ചെല്ലണം എന്ന് ജനങ്ങളെ പഠിപ്പിക്കണ പണ്ഡിതന്മാര് പറയാണ്. അതൊക്കെ ശരി തന്നെയാ. ചെല്ലാൻ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ചെല്ലണം എന്തിനാ? മറ്റുള്ള സംസാരങ്ങൾ ഒഴിവാക്കാനാണ്. അത് ശരി. മറ്റുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ദീനില്ലാത്തൊരു കാര്യം കൊണ്ടുപോയി ഫിറ്റ് ചെയ്യല. അവിടെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പറഞ്ഞൊരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്. അല്ലേ? നോക്കൂ നിങ്ങൾ, നമ്മൾക്ക് എത്രയോ സദസ്സുകളിൽ നിന്ന് കേട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരു സുന്ദരമായ ഒരു പ്രയോഗമാണത്. അല്ലേ? എന്ന റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞത്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. നബിയെ, ദീനിൽ പഠിപ്പിക്കാത്ത വല്ലതും താങ്കളുടെ ഇഷ്ടപ്രകാരം താങ്കൾ പറഞ്ഞാൽ, ആരോടെ പറയണത്? ഖുർആനാണ്, സൂറത്തുൽ ഹാക്കയിലെ വചനാണ്. ഞാൻ പഠിപ്പിക്കാത്തത് വല്ലതും നിങ്ങൾ പറഞ്ഞാൽ എന്റെ വലത് കൈ കൊണ്ട് ഞങ്ങളെ പിടിക്കുക ചെയ്യും. ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. മാത്രമല്ല സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. നിങ്ങളുടെ ജീവനാടി ഞാൻ മുറിച്ചളെന്ന് പറയുന്നു. എന്നിട്ട് അല്ലാഹു ആശയം അവസാനിപ്പിച്ചത് എങ്ങനെ അറിയോ? അതെ, ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസിൻ. ആ പിടുത്തം ഞാൻ മുഹമ്മദ് നബിയെ പിടിച്ചാൽ ആ പിടുത്തത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ പിന്നെ നിങ്ങൾക്ക് ആരും കഴിയില്ലെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് 63 കൊല്ലം 4 ദിവസം ജീവിച്ചു. അവിടുത്തെ കൊരവള്ളി അള്ളാഹ് മുറിച്ചിട്ടില്ല.
അതിന്റെ അർത്ഥം എന്താ? അവിടുന്ന് ദീനിൽ തന്നെ ഇഷ്ടപ്രകാരം കടത്തി കൂട്ടിയിട്ടില്ല. അത്ര ഗൗരവം ഇസ്ലാമിലെ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടല്ല സഹോദരങ്ങൾ, അത്ര ഗൗരവമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പെന്ന് കടക്കുമ്പോ ചിലർ പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു സഹാബിയോട്. അയാൾ ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു. അവസാനത്തെ വരി എന്താ നിങ്ങള്? ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വബി നബിയിക്കല്ലദീ അർസൽത. അവിടെ നബി എന്നാണ് അള്ളാഹ് ഇറക്കി കൊടുത്ത വാക്ക്. സഹാബി ചൊല്ലിയപ്പോ റസൂലിക്കാന്നായി. ആശയത്തിൽ വ്യത്യാസമൊന്നുമില്ല. നബി എന്നുള്ള പദത്തേക്കാൾ ബെറ്ററാണ് റസൂൽ. പക്ഷെ അള്ളാഹ് റസൂൽ ചോദിച്ചു, നിങ്ങൾ അവിടെ ചൊല്ലിയ വാക്കല്ലല്ലോ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സഹാബി പറഞ്ഞു നബി എന്നാണ്, എങ്കിൽ അത് മദീന. ദീൻ എന്ന് പറഞ്ഞ കൂട്ടരെ അത്ര ഷാർപ്പാണ്. അത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ദീനിലേക്ക് ഇങ്ങനെ കുറുക്കു വഴി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗവും ലഭിക്കാൻ പോകുന്ന നരകമാണ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ മയ്യത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താ? സഹാബികൾ പറഞ്ഞ എന്താ? താബിഈ വര്യനായ ഖൈസ് ഇബ്നു ഉബാദ റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞ? കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹൂന റഫ്അ അസ്-സൗതി അൻഹു ഇൻദൽ ജനായിസ്. ജനാസയുടെ അടുക്കൽ ശബ്ദമുണ്ടാക്കുന്ന സഹാബികൾ വെറുത്തിരുന്നു എന്നാണ്. ജനാസയുടെ അടുക്കൽ ഒരു നിലക്കും ശബ്ദമുണ്ടാക്കുന്നത് ഈ എന്താണ് ഖൗലിന്റെ വിശദീകരണത്തിൽ അവർ പറഞ്ഞത് എന്താ? അത് ജനാസയുടെ അടുക്കെന്ന് പറഞ്ഞത് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ജനാസിന്റെ കൂടെ തന്നെയാണ്. ആ സമയത്തും പാടില്ല. ഇമാം നവവി അതേ ആശയം തന്നെയാണ് അദ്ദേഹത്തിന്റെ അൽ-അദ്കാറിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വഅലം അന്ന സ്വവാബൽ മുഖ്താറു മാ കാന അലൈഹി സലഫു മിന സുകൂതി ഫി ഹാലി സൈരി മഅൽ ജനാസ ഫലാ യുർഫഉ സൗതുൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈറു ദാലിക്. അദ്ദേഹം പറഞ്ഞെന്താ? മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾ സുക്കൂത്ത് അവലംബിക്കണം. അമാന സുക്കൂത്ത്, മിണ്ടാതിരിക്കണം. ഖുർആൻ ഓതി ഒച്ചണ്ടാക്കുക, ദിക്ർ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. സുക്കൂത്ത് എന്ന് പറഞ്ഞ ചിലപ്പോ ഇമാം നവവി ചിലപ്പോൾ മറ്റു വർത്തമാനങ്ങളാ പറഞ്ഞത് എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ച് ആ വ്യാഖ്യാനത്തിന് പഴുതു കൊടുക്കാതെ അദ്ദേഹം പറഞ്ഞു ബി ഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈറു ദാലിക്. ഖുർആൻ ഓതാൻ പാടില്ല, ദിക്ർ ചെല്ലാൻ പാടില്ല, മറ്റൊന്നും ചൊല്ലാൻ പാടില്ല. പക്ഷെ അതിന്റെ കൂടെ പോകുമ്പോ ചിലപ്പോ അങ്ങനെ ഇതൊക്കെ കേട്ട ആൾക്കാരായിരിക്കും. എല്ലാരും ചെല്ലുമ്പോ നമ്മളോട് ചൊല്ലി കൊടുക്കുക അല്ലേ? നമ്മളിപ്പം അതിനിങ്ങോട്ട് വേറിട്ട് കൊന്ത്രം വല്ലു പോലെ മാറിക്കണ്ട വിചാരിച്ചിട്ട് അതിനോട് സഹകരിക്കുന്ന ചില അങ്ങോട്ടും ഇങ്ങോട്ട് ബൈനവുമ കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഓലോടാണ് ഈ പറയുന്നത്. ബിദ്അത്തിനോട് ഒരു നിലക്കും സഹകരിക്കരുത്, മനസ്സുകൊണ്ട് പോലും സഹകരിക്കരുത്. സഹകരിച്ച എന്താ പണ്ടേമാർ പറഞ്ഞാൽ ഞങ്ങള് ദീനിനെ പൊളിക്കാൻ നമ്മൾ സഹായിക്കുന്ന ആൾക്കാർ. ഏത് ദീനിനെ? അള്ളാഹ് കനിഞ്ഞരുളി പ്രവാചകന്മാരിലൂടെ പ്രയാസങ്ങൾ അനുഭവിച്ച് നമ്മളെ കൈകളിലേക്ക് എത്തിച്ചെന്ന ഈ മഹത്തരമായ ദീനിനെ പൊളിക്കാൻ സഹായിച്ചവരാണ് നമ്മളെന്ന് പറയുമ്പോൾ എത്ര വലിയ അക്രമം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് ഇല്ല എന്ന് നമ്മൾ സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കൽ സഹോദരങ്ങളെ നമ്മുടെ ബാധ്യതയാണ്. മൗനം അവലംബിക്കുക. എന്തിനാണ് മൗനം അവലംബിക്കാൻ പറഞ്ഞ്? ഇമാം നവവി തന്നെ അതേ അൽ-അദ്കാറിൽ പറഞ്ഞു, അതിന്റെ ഹിക്മത്ത് പ്രകടമാണ്. എന്താണത്? നാളെ ഞാനും ഇങ്ങനെ ഒരു ശവമഞ്ചത്തിൽ ഏറി പോകേണ്ടവനാണല്ലോ എന്ന് ചിന്തിച്ചു പോകാനാണ് മിണ്ടാതെ പോകാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ആരെങ്കിലൊക്കെ കുറെ കാലമായിട്ട് കണ്ട ആൾക്കാരൊക്കെ ചിലപ്പോൾ ഈ മയ്യത്തിനെ കാണാൻ വന്നിട്ടുണ്ടാവും. എപ്പോഴാ വന്നതെന്ന് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ മിണ്ടാതിരുന്നു കൊള്ളണം. അതാണ് ഹബീബിന്റെ സുന്നത്ത്. എന്നിട്ട് അവിടെ അങ്ങോട്ട് മാറി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ ആര് പഠിപ്പിച്ചു? അവിടെയാണ് റസൂലാണ് അള്ളാഹ് പറഞ്ഞ വാക്ക് നമ്മൾ ആലോചിക്കേണ്ടത്. നബിയെ, ദീനിൽ നിങ്ങൾ ഇഷ്ടപ്രകാരം വല്ലതും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പിടിക്കുകയും ചെയ്യും, മുറിച്ചു കളയുകയും ചെയ്യും കൊരവള്ളി എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ കഥ പറയണം. നമ്മൾ ഉണ്ടാക്കേണ്ട, അതിനോട് സഹകരിക്കാനും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെ പൂർണ്ണമായി അനുധാവനം ചെയ്യുന്ന മുത്തബിഉ സുന്നകളിൽ നമ്മെ എല്ലാം അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്. മരണവുമായി ബന്ധപ്പെട്ട് ചില സുന്നത്തുകൾ കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ മുമ്പിൽ നടക്കുക എന്നുള്ളത്. മുമ്പിൽ നടക്കലാണ് ശ്രേഷ്ഠം. പിറകിൽ നടക്കുന്നതിനേക്കാൾ മുമ്പിൽ നടക്കുന്നതാണ് ശ്രേഷ്ഠം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ വഉമറിൻ കാനൂ യംശൂന അമാമൽ ജനാസ. ഇവരക്കാരാ? ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാരാണ്. അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ അവർ ജനാസയുടെ മുന്നിലായിരുന്നു നടന്നിരുന്നത്. പക്ഷേ ഈ ഹദീസിന്റെ ശറഹിൽ നമുക്ക് കാണാം, ഒരിക്കലും ഇതിനർത്ഥം വെക്കാൻ പാടില്ല. എങ്ങനെ? പിറകിൽ നടക്കുന്നത് തെറ്റാണ്. ഇല്ല,
പിറകിൽ നടക്കുന്നതൊന്നും കുഴപ്പമില്ല. പക്ഷെ പിറകിൽ നടക്കുന്നതിനേക്കാൾ ഉത്തമം മുമ്പിൽ നടക്കുന്നതാണ്. ഇതൊക്കെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സ്വീകരിക്കേണ്ട അദബുകളാണ്. സംസാരിക്കാതെ മുന്നിലോ പിന്നിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക, ഏറ്റവും ഹൈറ് മുന്നിൽ നടക്കുക. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ ചെരുപ്പിടാതെ കയറൽ സുന്നത്താണ്. ചെരുപ്പിടാതെ പോകല് ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അൽഖി സിബിയതയ്യക്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് ചെരുപ്പുകൾ താങ്കൾ അഴിച്ചു വെക്കുക. സഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി കാണാൻ പറ്റും. ചെരുപ്പ് അഴിച്ച് ഖബർസ്ഥാൻ, അതൊരു സുന്നത്താണ്. ഇതൊക്കെ സ്വീകരിച്ചു പറഞ്ഞ് ഒരാൾ ചെരുപ്പിട്ട് പോയി, അയാൾ അവിടെ ഒരു അപമര്യാദ കാണിച്ചു, നാളെ കുറ്റക്കാരനാവുന്നില്ല. പക്ഷെ ചെരുപ്പിടാതെ കയറലാണ് ഏറ്റവും ഹൈർ. മാത്രമല്ല സഹോദരങ്ങളെ, മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലാൻ പറഞ്ഞൊരു ദിക്റുണ്ട്. ഇതൊക്കെ നമ്മൾ മറന്നു പോണ കാര്യങ്ങളാണ്. മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോൾ ചെല്ലാൻ പറഞ്ഞൊരു ദിക്റാണ്. ഇമാം നവവിയുടെ അദ്ദേഹത്തിന്റെ ശറഹ് മുഹദ്ദബിന്റെ 5ാം വാള്യത്തിൽ 257ാമത്തെ പേജിൽ കാണാം. ഖാല നവവി റഹിമഹുല്ലാഹ് യുസ്തഹബ്ബു അൻ യഖൂല അല്ലദി യുദ്ഖിലുൽ ഖബർ ഇൻദ ഇദ്ഖാലിഹിൽ ഖബർ ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ്. ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞ ഖബറിലേക്ക് മയ്യത്തിനെ വെക്കണം. അതൊരു സുന്നത്താണ്. എന്നാൽ ചില ആളുകൾ മണ്ണ് വാരിയിടുമ്പോൾ അല്ലേ, ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു ഭൂമിയിലേക്ക് തന്നെ ഞങ്ങൾ മടങ്ങുന്നവരാണ് എന്ന് പറയുന്ന മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറയുന്ന ചില ആയത്തുകൾ ഓതുന്നതാണ്. അത് യാതൊരു അടിസ്ഥാനമല്ല. ഖുർആനിലെ ആയത്താണത്. പക്ഷെ അതവിടെ ചൊല്ലാൻ ഹദീസിൽ എവിടെയും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. എന്നാൽ 3 പിടി മണ്ണ് വാരിയിടണ്ടേ വേണം, അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ആ മണ്ണ് വാരിയിടുമ്പോൾ ഈ ആയത്ത് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സുന്നത്തുകളാണ്. അതാണ് മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ചെല്ലേണ്ടത് ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ്. വേറെ റിവായത്തില് കുറച്ചുകൂടി അധികം അതിന്റെ കൂടെ ചേർത്തതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, ഖബറിന്റെ അടുത്തെത്തിയ ചില ആളുകൾ തൽഖീൻ ചൊല്ലുന്നത് കാണാൻ പറ്റും. തസ്ബീത്ത് പഠിപ്പിച്ചു ഇസ്ലാം, തൽഖീൻ ഇല്ല. എന്താ തൽഖീൻ എന്ന് പറഞ്ഞാല് മയ്യത്തിന്റെ അരികിൽ ചെന്നിട്ട് ഇങ്ങനെ സ്വകാര്യം പറഞ്ഞു കൊടുക്കുക. പള്ളിയിലെ ഉസ്താദ് മൻ റബ്ബുക്കാന്ന് ചോദിക്കുവേ, മൻ ഇമാമുക്കാന്ന് ചോദിക്കുവേ. ചില നാട്ടിലൊക്കെ ഉള്ളത് കടലാസിലെ രീതിയിൽ കുപ്പിയിലിട്ടിട്ട് അപ്പടച്ചിട്ട് കഫം പുടവിൽ വെച്ചിട്ട് മറമാടലാണ്. എന്തിനാണത്? മുൻകർ നക്കീർ വരുമ്പോ ഡപ്പ തുറന്നിട്ട് അതങ്ങനെ ചോദ്യം ഒഴിവാക്കല്ലോ, അത് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുതി വിടുന്ന ആൾക്കാരൊക്കെ സമൂഹത്തിലുള്ളതാണ്. ചിലപ്പോൾ വയസ്സായ ആൾക്കാർക്കൊക്കെ, ബഹുമാനരായ വയസ്സായ ആൾക്കാരൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ പരിചയം ഉണ്ടാവും അല്ലേ. ഇപ്പൊ പിന്നെ അതൊക്കെ മാറി, ഇപ്പൊ പറഞ്ഞു കൊടുക്കലാണ്. അങ്ങനെ സമ്പ്രദായമേ ഇസ്ലാമിലില്ല. അത് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക. എന്ത്? മൻ റബ്ബുക്ക എന്ന ഖബറിന്റെ ചോദ്യമുണ്ട്. അപ്പൊ റബ്ബി അല്ലാഹ് എന്ന് പറയണമെങ്കിൽ റബ്ബിനെ തൗഹീദ് അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. മൻ ഇമാമുക്കാന്ന് ചോദിക്കുമ്പോ ഇമാമി അൽ ഖുർആൻ എന്ന് പറയണമെങ്കിൽ ഖുർആനിനെ ജീവിതത്തിന്റെ ഗന്ധിയാക്കി മാറ്റുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. നല്ലത് മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കുക യാതൊരു അർത്ഥമല്ല സഹോദരങ്ങളെ. ഇസ്ലാമിലെ എവിടെയും അത് സ്ഥിരപ്പെട്ടു വന്നത്. തസ്ബീത്തുണ്ട്. നമ്മളോട് ചില ആളുകൾ, സമസ്തക്കാരായ ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് തസ്ബീത്ത് ചൊല്ലാൻ എവിടെയാണ് തെളിവ്? റസൂലുള്ളാഹി പറഞ്ഞു വസലു ലഹു തസ്ബീത്ത്, സ്വഹീഹ ഹദീസാണ്. നിങ്ങൾ തസ്ബീത്ത് ചൊല്ലണം, ദൃഢതയ്ക്ക് വേണ്ടി നിങ്ങൾ മയ്യത്തിന്റെ വേണ്ടി തേടണം. പക്ഷെ അതിന്റെ വരികൾ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി നമ്മളല്ലാത്ത സമയങ്ങളിൽ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മൾ എന്തെല്ലാം മലയാളത്തിൽ നമുക്കറിയണ പ്രാർത്ഥിക്കലുണ്ട്. അതൊക്കെ ഇപ്പൊ റസൂലുള്ളാഹി പറഞ്ഞെന്ന വരികളാ എന്ന പ്രത്യേകം പഠിപ്പിച്ച ചില വരികൾ ഉണ്ടാവും. അത് ചൊല്ലാൻ പറഞ്ഞിട്ട് ചൊല്ലേണ്ടി വരും. അതേപോലെയാണ് തസ്ബീഹ്. അതിന്റെ വരികൾ നബി പഠിപ്പിച്ചിട്ടില്ല, ഒരു കിതാബിൽ അത് കാണൂല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഖബറിൽ ചോദ്യമുണ്ട്, ഖബറിൽ ഇരുട്ടാണ്, ഖബറിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പതറാതിരിക്കാൻ, അവിടെ വെളിച്ചമേകാൻ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ ചോദ്യം ഉണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് റബ്ബേ ചോദ്യവേളയിൽ അദ്ദേഹത്തിന് നീ സ്ഥൈര്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ വരികളെ ചെല്ലാവുന്ന ഒരാൾ വാദിച്ചാലോ അത് വിദഅത്തായി. വേറെ ഏത് പ്രാർത്ഥനകളും ആശയം ഉൾക്കൊള്ളുന്നവർക്ക് ചൊല്ലാം. അല്ലാതെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ, പിന്നെ ചില ആളുകൾ ചില നാട്ടിലൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ ചൊല്ലി കൊടുക്കുക, മറ്റുള്ളവർ കൂടെ ചൊല്ലുക. അത് ഇസ്ലാമികമേ അല്ല. സഹോദരങ്ങൾ, അതൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഇയാൾ ഇവിടുന്ന് വരികയാണ്. നിങ്ങൾ ഉണ്ടേ പറ, തെളിവുകൊണ്ടിരിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് തെളിവാണ്. ഇവിടുത്തെ ആളുകളൊക്കെ ഞാൻ പറയാം, പല സ്ഥലങ്ങളിൽ മുജാഹിദ് മഹല്ലുകളിൽ വരെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ അടുത്ത് ഒരാൾ ചൊല്ലിക്കൊടുക്കുക. ഞാൻ ഇപ്രാവശ്യം ഉംറക്ക് പോയ സമയത്ത് അല്ലേ, എന്താണ്, മദീന യൂണിവേഴ്സിറ്റിയിൽ അറിയപ്പെട്ട പണ്ഡിതനായ
ഷെയ്ഖ് ബദർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു ദർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, നമ്മളെ ഈ പള്ളിയിലൊക്കെ പെരുന്നാൾ സമയത്ത് ഈ തക്ബീർ ചൊല്ലി കൊടുക്കുമല്ലോ, ചില ആൾക്കാർ മൈക്കിൽ ഇങ്ങനെ ചെല്ലുക, ബാക്കിയുള്ള ഏറ്റു ചെല്ലുക, അത് വിദഅത്താണെന്ന് അദ്ദേഹം പറഞ്ഞു തെളിവിന്റെ അടിസ്ഥാനത്തിൽ. എന്താ ചെയ്യേണ്ടത്? ചൊല്ലിക്കൊടുക്കാൻ രണ്ടാളെ നിർത്തുമൊന്നും വേണ്ട, എല്ലാവരോടും ചെല്ലല. എല്ലാവരും മനസ്സിലാക്കി ബിദഅത്തിനോട്, ഇത്തരം അനാചാരങ്ങളോടും മാമൂലുകളോട് ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സഹകരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ തസ്ബീഹ് ചെല്ലുമ്പോൾ ഒരാളെ ചെല്ലൽ കാത്തിക്കണ്ട, അതിനെന്ത് ചെയ്യണം? അതിനിപ്പോ എനിക്കതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, പഠിച്ചു നോക്കണം. എന്തെല്ലാം കാര്യം നമ്മളെ മണ്ടന്റെ ഉള്ളിലുണ്ട് അല്ലേ? അതൊക്കെ നമ്മളത് പഠിച്ചു വെച്ച് സമയം ചൊല്ലാൻ നമ്മൾ പഠിക്കണം. ഇനിയിപ്പോ നിങ്ങൾക്ക് അറബിയിലൊന്നും ചൊല്ലാൻ വയ്യ, മലയാളത്തിലും പ്രാർത്ഥിച്ചോ. അതാണ് റസൂല ഖബറാളിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അതുപോലെ പ്രാർത്ഥിച്ചാൽ മതി. അവിടെ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവോ ആ രൂപത്തിൽ ആത്മാർത്ഥത. ഒരാൾ ചൊല്ലി തരുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ചില സ്ഥലത്ത് കാണാൻ അങ്ങനെ ഒരു മയ്യത്തിനെ അങ്ങനെ ഖബറിലേക്ക് ഇറക്കുമ്പോൾ ഒരു സാരി ഇങ്ങനെ മേലെ പിടിക്കും. എന്തിനാണ്? അത് മാനം കാണാൻ പാടില്ല. ഇങ്ങനെ കൊണ്ടല്ലാണ് ഇസ്ലാമിലേക്ക് ഓരോ യാതൊരു അടിസ്ഥാനമില്ലാത്ത ചില സംസാരങ്ങളാണ്. പിന്നെ ചില ആളുകൾ പറയുന്ന കാര്യമാണ് അല്ലേ, മറമാടി കഴിഞ്ഞൊരു മൈലാഞ്ചി കുത്തുക, അതെങ്ങാനും തളർത്ത് പൂത്ത് ഉലഞ്ഞു കഴിഞ്ഞാൽ ഖബറാളി സ്വർഗാവകാശിയാണ്, നമുക്ക് റിസൾട്ട് എഴുതാം. അതാണ് അതിന്റെ ഹിക്മത്ത് പറയല്. എവിടെയും സ്ഥിരപ്പെട്ടൊരു കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂല് ഏതോ ഒരു സഹാബിയുടെ ഖബറിന്റെ മുകളിൽ അത് കുത്തി, ഒരു പച്ച മട്ടിൽ കുത്തി. അത് നമ്മോട് സുന്നത്തായി പഠിപ്പിച്ച കാര്യമേ അല്ല അല്ലേ? ഇത് ഉണങ്ങുന്നിടത്തോളം അദ്ദേഹത്തിന് ഖബറിൽ നിന്ന് രക്ഷക്കുള്ള ഒരു സംഗതിയാണെന്ന് പറഞ്ഞിട്ട് റസൂൽ അത് ചെയ്തത്. പക്ഷെ നമ്മളോടൊരു നന്മയായി ഒരു അമലായി ചെയ്യാൻ പഠിപ്പിച്ചതല്ല എന്ന് മുൻഗാമികൾ നമ്മൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞു തന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ചില ആൾക്കാർക്ക് മരിച്ചു കഴിഞ്ഞാൽ പ്രത്യേക യാസീനോത്താണ് അല്ലെ, മയ്യത്തിനടുക്കാണ് പോകുക, എന്നിട്ട് യാസീനാണ് ഓതുക. എല്ലാവർക്കും ഈ ഇരിക്കണ കൂട്ടത്തിലൊക്കെ 90% ആൾക്കാർക്കും കാണാതെ അറിയണ സൂറത്തായിരിക്കും യാസീൻ. എന്തിനാ പഠിച്ച്? ആ പഠിച്ച നീയത്ത് തന്നെ ബിദഅത്താണ്. ആ പഠിച്ചതിന്റെ പിന്നിലുള്ള നീയത്ത് തന്നെ ബിദഅത്താണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്തിനാ യാസീൻ പഠിച്ച ആൾക്കാർ എന്തിനാ പഠിച്ച്? അതിനെന്തോ ഒരു ശ്രേഷ്ഠത ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ? ആ ശ്രേഷ്ഠത തന്നെയാണ് ബിദഅത്ത്. അല്ലാഹുവിന്റെ റസൂൽ യാസീൻ സൂറത്തിൽ യാതൊരു ശ്രേഷ്ഠതയും പഠിപ്പിച്ചിട്ടില്ല. ഖൽബുൽ ഖുർആനിന്റെ ലൈഫ് ഹദീസാണ്. നിങ്ങൾ പരിശോധിച്ചോ സഹോദരങ്ങളെ, പഠിച്ചോ. പഠിക്കാത്തിടത്തോളം കാലം ആരെന്ത് പറഞ്ഞാലും നമ്മളിങ്ങനെ അത് ശത്രുതയോടുകൂടി നോക്കിയിരിക്കും. എന്നാൽ ശ്രേഷ്ഠത പറഞ്ഞ സൂറത്തില്ലേ, ബഖറ സൂറത്തില്ലേ, മുഅവ്വിദത്തൈനില്ലേ, അതുപോലെ ഹൂദും വഅഖവാതുഹ ഇല്ലേ, അതുപോലെ സൂറത്തുൽ കഹ്ഫിന് ശ്രേഷ്ഠത ഇല്ലേ? എത്രയോ അധ്യായങ്ങളും വചനങ്ങളൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഏതില്ല? യാസീൻ ഇല്ല. ആ യാസീൻ ഓതാനുള്ള തെളിവെന്താ? ഇഖ്റഉ സൂറത്ത യാസീൻ അലാ മൗതാകും. മരിച്ച മയ്യത്തിന്റെ അരികിൽ ചെന്ന് നിങ്ങൾ സൂറത്ത് യാസീൻ ഓതണം. ആ ഹദീസിനെ കുറിച്ച് രണ്ടാം ശാഫിഈ ഇമാം നബി പറഞ്ഞെന്താ? വഫീഹി മജ്ഹൂലാനി. ആ ഹദീസിൽ രണ്ട് അജ്ഞാതരായ ആളുണ്ട്. അത് ദഈഫായ ഹദീസാണ്, അമൽ ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സമൂഹത്തിലെ ആളുകളൊക്കെ യാസീൻ അല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ഓതുമ്പോ സഹോദരങ്ങളെ ഒരു ബിദഅത്താണ് അവിടെ പിറക്കുന്നത്. നമ്മളതിനോട് സഹകരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ചില ആളുകൾ പറയും നിങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, എന്നാ പിന്നെ എന്താണ് ഈ മയ്യത്തിന് കിട്ടുക? അത് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സ്വതക്ക ചെയ്താൽ കിട്ടുന്ന ഹദീസിലുണ്ട്, പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഹദീസിലുണ്ട്, ഹജ്ജ് ഉംറയും ചെയ്താൽ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റസൂൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുമെങ്കിൽ ഇതും കിട്ടൂലേ? ഏത്? ചില ആളുകൾ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ ഹദിയ ചെയ്യുന്നൊരു സമ്പ്രദായം കാണാൻ പറ്റും അല്ലേ? അതായത് ഖുർആൻ ഖത്തം തീർക്കുക, ഖത്തബരൊക്കെ കെട്ടിയിട്ട് അതിനായിട്ട് പൈസ കൊടുത്തിട്ട് ചില ആളുകളെ കേൾപ്പിക്കുക. അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിന്റെ വചനം ഓതിയിട്ട് അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, സൂറത്തുൻ നജ്മിലെ 30-ാമത്തെ വചനം. ഒരാൾ താൻ അധ്വാനിച്ചതെന്തോ അതല്ലാതെ കിട്ടൂല. ഈ ആയത്തിന്റെ തഫ്സീർ ശാഫിഈ മദ്ഹബിലെ തന്നെ മുഫസ്സിറായ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ പറഞ്ഞത് എന്താണ്? അതെ, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത ശാഫിഈ റഹിമഹുല്ലാഹു വമൻ ഇത്തബഅഹു അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗത. ശാഫിഈ ഇമാമും അദ്ദേഹത്തിന്റെ ആളുകളും തെളിവ് പിടിച്ചിട്ടുണ്ട് എന്ത്? മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ അവർക്ക് കിട്ടില്ല എന്ന് ഈ ആയത്തിൽ തെളിവ് പിടിച്ചിട്ടുണ്ട്. എന്താ കാരണം പറഞ്ഞത്? അതേ അന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അതുപോലെ അധ്വാനത്തിൽപ്പെട്ടതല്ല എന്നുള്ളത് തന്നെ. അതൊരു ബിദ്അത്താണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വലിഹാദാ ലം യൻതുബു ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു വലാ ഹഫ്ഫഹും അലൈഹി. യാതൊരു സൂചനയും റസൂൽ മുൻഗാമികൾ അതിലേക്ക് നൽകിയിട്ടില്ല. മാത്രമല്ല വലം യുൻഖൽ ദാലിക മിൻ അൻ അഹദിൻ മിനസ് സ്വഹാബ റളിയല്ലാഹു അൻഹും വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. ഇതിൽ വല്ല ഖൈറും ഉണ്ടായിരുന്നെങ്കിൽ മുൻഗാമികൾ അതിലേക്ക് മുൻകടക്കുമായിരുന്നു എന്നാണ്.
എന്തിനതൊക്കെ പറഞ്ഞത്? സഹോദരങ്ങളെ, ബിദ്അത്ത് ചെയ്താൽ അവന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ബാധ്യതാ നിർവഹണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, കേട്ടത് പഠനവിധേയമാക്കുക, അന്ധമായി സ്വീകരിക്കാതെ അനുകരിക്കാതെ പഠനവിധേയമാക്കി ഹക്കാണെന്ന് മനസ്സിലായാൽ ഹക്കിനെ സ്വീകരിക്കാൻ സമൂഹത്തെയോ നാട്ടുകാരെയോ കൂട്ടക്കാരെയോ മഹല്ലുകാരെയോ ഒന്നും ഭയപ്പെടാതെ ആർജവത്തോടു കൂടി ഹക്കിന്റെ പാതയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഹക്കിനെ ബാത്തിലിനെ ബാത്തിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ അവജ്ഞയോട് കൂടി തള്ളിക്കളയാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒറ്റ കാര്യം കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യാം. സലഫുകൾ പറയാറുണ്ട്, കുല്ലു ഇബാദത്തിൻ ലാ യതഅബ്ബദുഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദുഹാ. എന്തായി പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചെയ്യാത്തൊരു ഇബാദത്തും നിങ്ങൾ ചെയ്യരുത്. കാരണം മുൻഗാമികൾ പിൻഗാമികൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞു തരാതെ വിട്ടുപോയിട്ടില്ല എന്നാണ്. മുൻഗാമികൾ സലഫുകൾ എന്ന് പറഞ്ഞാരാ? സഹാബികളാണ്. അവരെ പിന്തുടർന്ന 100 കൊല്ലത്തെ താബിഈങ്ങളാണ്. അവരെ പിന്തുടർന്ന അടുത്ത 100 കൊല്ലത്തെ തലമുറയായ തബൂ താബിഈങ്ങളാണ്. ഇവരെ സലഫുകൾ. ഈ സലഫുകൾ ഒന്നും തന്നെ അവസാന കാലഘട്ടക്കാർക്ക് പിൽക്കാലക്കാർക്ക് വേണ്ടി ഒന്നും പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. ഇനിയും നമ്മളിങ്ങനെ ഇതിനോട്, ഈ ബിദ്അത്തുകളോട് യാതൊരു സങ്കോചവും ഇല്ലാതെ ഇനിയും അതിനോട് സഹകരിക്കുകയാണോ? അവരോട് സുഫിയാൻ അസ്-സൗരി റഹ്മഹുല്ലാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. മറ്റുള്ള തിന്മകളേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്ത് ചെയ്യുന്നവരെയാണ്. അങ്ങനെ പറഞ്ഞാൽ മദ്യപാനിയേക്കാളും വ്യഭിചാരിയേക്കാളും പലിശിടപാടുകാരനേക്കാളും ശൈത്താൻ ഇഷ്ടാരെയാണ്? ബിദ്അത്തുകാരനെയാണ്. കാരണം എന്താ? വൽ മഅസിയത്തു യുതാബു മിൻഹാ. മറ്റുള്ള പാപങ്ങൾ ചെയ്യുന്നവൻ ഒരു പക്ഷെ തൗബ ചെയ്തു അവൻ മനസാക്ഷി കുത്തുണ്ടാവും. കഞ്ചാവടിക്കണവന്, ലഹരി ഉപയോഗിക്കണവന്, സിനിമ കാണുന്നവൻ, വ്യഭിചരിക്കുന്നവൻ, മറ്റുള്ള തിന്മകൾ ചെയ്യുന്നവൻ, ഓൻ എങ്ങനെ അത് ചെയ്യുന്നുണ്ടെങ്കിലും അത് വ്യാപൃതനാണെങ്കിലും ഓന്റെ ഉള്ളിനുള്ളിൽ എന്തുണ്ടാവും? അത് ചെയ്യുന്നത് ശരിയല്ല എന്നുണ്ടാവും. മടങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ. ബിദ്അത്തുകാരൻ തൗബ ചെയ്ത് മടങ്ങൂല എന്നാ. കാരണം എന്താ? ഓൻ ചെയ്യണത് എന്ത് നിയ്യത്തിലാ? നല്ലതല്ലേ എന്നാണ്. അവ പിശാചിന് ഏറ്റവും ഇഷ്ടം ഏതാണ്? ബിദ്അത്തുകാരെയാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ ഖുത്ബയിൽ റസൂലുള്ളാഹി വെറുതെ അല്ലല്ലോ പറഞ്ഞത്, കുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്. അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. ആ ഒരു നിലപാടാണ് സലഫുകൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ലതേത് തീയതേത് എന്ന് പഠനവിധേയമാക്കുക, അതിനുവേണ്ടി ജീവിതത്തിലെ സമയം മാറ്റിവെക്കുക, അതിനുവേണ്ടി അന്വേഷണങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുക, ഉറക്കമൊളിക്കുക, അതിനുവേണ്ട അന്വേഷണങ്ങൾ ഉണ്ടാവുക. അതാകട്ടെ നമ്മുടെ ഇനിയുള്ള ശിഷ്ടകാല ജീവിതത്തിൽ നമ്മുടെ തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം ദീന് പഠിക്കാൻ കൂടി നമ്മൾ മാറ്റിവെക്കുക. ഇല്ലാത്തടത്തോളം കാലം പരലോകം വരെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. വെള്ളിയാഴ്ച ഖുത്ബ കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ദീനി പഠനമേ ഇല്ല. എന്തൊരു കഷ്ടമാണ് അവരുടെ കാര്യം, അല്ലേ സഹോദരങ്ങൾ? അതുകൊണ്ട് ദീന് പഠിക്കുന്ന സദസ്സുകളിലേക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിന്റെ വഴിയിലാണ്. അല്ലേ? മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. ഒരുപാട് സംവിധാനങ്ങളും അവസരങ്ങളും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളും നമ്മുടെ ഭാര്യയും നമ്മുടെ ഇണകളും നമ്മുടെ സന്താനങ്ങളും മാതാപിതാക്കളും വീട്ടുകാരും എല്ലാം ഒരുമിച്ച് ദീന് പഠിച്ച് ദീനനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിന്റെ സ്വർഗാവകാശികളെ മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിൽ നാളെ കുടുംബസമേതം ഒരുമിച്ച് കൂടുമ്പോൾ അതെന്തൊരു സന്തോഷമാണ്, എന്തോ റാഹത്താണ്. സഹോദരങ്ങളെ, സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തീർന്നു പോകുന്ന ഈ അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. സമയത്തിനനുസരിച്ച് നമ്മൾ പ്രയാണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ രോഗികളുണ്ട്, അള്ളാഹു ശിഫാഉൻ ആജില പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, അള്ളാഹു അവരുടെ ജോലിയിലും സമ്പത്തിലും ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് സമയത്ത് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകേണ്ടി വന്നാലും എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ഒരു യഥാർത്ഥ വിശ്വാസിയായി സ്വർഗം കണ്ട് മരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് രോഗികളുണ്ട്. എത്രത്തോളം ചോദിച്ചാൽ ബ്രെയിൻ ട്യൂമർ പോലെയുള്ള കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോഴും ചികിത്സകളില്ലാത്ത ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫാഉൻ ആജില പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ആദർശ സഹോദരി സഹോദരങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്. പല ആളുകളും ഇന്ന്
അവരുടെ കർമ്മങ്ങളുമായി ആരടി മണ്ണിൽ അമർന്നു പോയവരാണ്. അള്ളാഹു അവരുടെ ഖബറിടങ്ങളെല്ലാം സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ നമ്മളിപ്പോഴും കേൾക്കാത്ത വാർത്തകളുമായി കഴിഞ്ഞുപോയ ദിനങ്ങളിൽ അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസങ്ങളുടെ വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെ പീഡിപ്പിച്ച ശത്രുക്കളാരാണോ അള്ളാഹു അവർക്ക് അർഹമായ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് വിട പറഞ്ഞു പോയ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം വലിയ മുസീബത്തുകളിൽ നിന്ന്, ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് സ്വൈരമായി ആരാധനകൾ നിർവഹിക്കാൻ, അതുപോലെ ദഅവത്ത് നിർവഹിക്കാൻ, അവരുടേതായ ഇബാദത്തുകൾ ചെയ്യാൻ, സ്വൈരമായി ജീവിക്കാനുള്ള ഒരു മണ്ണിനെ അള്ളാഹു നമ്മുടെ നാട്ടിൽ കൂടുതൽ കൂടുതൽ നമുക്ക് സൗകര്യമൊരുക്കി തരുമാറാകട്ടെ. എല്ലാ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.